സിനിമയിൽ അതൊരു പ്രശ്നമാണ്. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ജാതിയും മതവും ഒട്ടുമില്ലാത്ത ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. ആർക്കാണ് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ആർക്കാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇന്നയാളെ, ഇപ്പം ഡയറക്ടറായാലും ശരി, സിനിമയിൽ അഭിനയിക്കുന്ന ആളായാലും ശരി, ആർക്കാണ് അവരുടെ ഇടയിൽ പിന്നെ അവർക്ക് ആസ്വാദ്യകരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം എന്ന് അവർക്ക് തോന്നുന്നത്, അവരെയാണ് നിർമ്മാതാക്കൾ സ്വാഭാവികമായിട്ടും ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരെ സിനിമയിൽ അഭിനയിപ്പിക്കും, അവരെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച, ഞാൻ മുൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യുന്നതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഭാകരൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ഒരു നായർ കുടുംബാംഗമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അയാൾ ദളിതിൻ്റെ ഒരു നേതാവായി മാറി. ഇപ്പോൾ സർവീസിൽ നിന്ന് അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ കുറേ സമരങ്ങളൊക്കെ നടത്തി സർവീസിൽ നിന്നുകൊണ്ട് പിന്നെ ദളിതന്മാർക്ക് വേണ്ടിയിട്ടുള്ള പല ജാഥകളും സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചതിൻ്റെയൊക്കെ പേരിൽ പല ബുദ്ധിമുട്ടുകളും അയാൾക്ക് അനുഭവിക്കുന്നുണ്ട്. അയാൾ ട്രഷറിയിൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ദളിതിൻ്റെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ പ്രവർത്തകനായിട്ട് അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായി മാറിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഞാൻ നായർ സമുദായമായിരുന്നല്ലോ, അതിനകത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ മറ്റ് ജാതിക്കാരോട്, പ്രത്യേകിച്ച് ഇങ്ങനെ ജോലിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ജാതികളുണ്ടാക്കിയത്, അപ്പോൾ ആ ജോലിക്കാരോട്, താഴ്ന്ന ജാതിക്കാരോട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയൊക്കെയാണ് പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് അവരെ മനസ്സിലാക്കിയിരുന്നത്, അവരുടെ പ്രശ്നങ്ങളോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു, അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത്തരം സാധനങ്ങളൊക്കെ വിട്ട് ദളിതന്മാർക്ക് വേണ്ടി, അവരാണ് യഥാർത്ഥത്തിൽ പിന്നെ കരുണ അർഹിക്കുന്നത് മനസ്സിലായിട്ട് ഞാൻ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ദിവസം പ്രഭാകരനോട് പറയാണ്, ഞാനിന്ന് തൃശ്ശൂരേക്ക് പോവുക, കലാഭവൻ മണിക്ക് അവാർഡ് കൊടുത്തില്ലല്ലോ. ഞാൻ ചോദിച്ചത്, അല്ല, കലാഭവൻ മണി കുറച്ച് താഴ്ന്ന ജാതി ആയതുകൊണ്ടാണല്ലോ അവാർഡ് കൊടുക്കുന്നതിൽ മോഹൻലാലിന് കൊടുത്തു, കലാഭവൻ മണിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പോയത് എന്നോട് പറഞ്ഞു. അവിടെ തൃശ്ശൂർ അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് പ്രഭാകരൻ. ഞാൻ പറഞ്ഞു, പ്രഭാര, ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ പറയാതിരിക്കും, ഇതുപോലെയുള്ള ഡിസ്കഷൻസ് കൊണ്ടൊന്നും യാതൊരു നേട്ടവുമില്ല. കലാഭവൻ മണി എന്ന് പറയുന്നയാളുടെ അഭിനയം മോശമാണോ നല്ലതാണോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കലാഭവൻ മണിക്ക് അർഹതയുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതുമല്ല പ്രശ്നം ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കലാഭവൻ മണി അഭിനയിച്ച സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കളും സംവിധായകരും ഒന്നും ദളിതന്മാരല്ല. കലാഭവൻ മണി ജാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമയിൽ വരുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവസരവും കലാഭവൻ മണി എന്ന് പറയുന്ന സ്റ്റാർ തന്നെ ഉണ്ടാകുമായിരുന്നില്ല.